പ്രഭാത ചിന്തകൾ. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ മധ്യവയസ്കൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. 4 വയസ്സുകാരൻ മകൻ ചുറ്റിക കൊണ്ട് തൻ്റെ പുത്തൻ കാറിൽ ആഞ്ഞടിക്കുന്ന രംഗം. ദേഷ്യം സഹിക്കാനാവാതെ അയാൾ ആ ചുറ്റിക വാങ്ങിക്കൊണ്ട് മകൻ്റെ കയ്യിൽ ആഞ്ഞടിച്ചു. അവൻ നിലവിളിച്ചെങ്കിലും വീണ്ടും വീണ്ടും മർദ്ദിച്ചു. ദേഷ്യം ശമിച്ചപ്പോൾ അയാൾ മകനുമായി ആശുപത്രിയിലെത്തി. ഗുരുതരമായ പരിക്കേറ്റ മകൻ്റെ ഒരു വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. മകനരികിൽ മനസ്സ് തകർന്നിരുന്ന അയാളോട് മകൻ്റെ സ്നേഹപൂർവം ഉള്ള വാക്കുകൾ. ചുറ്റിക കൊണ്ട് അടിച്ചതിന് സോറി അപ്പ. ഒപ്പം ഒരു ചോദ്യവും. എൻ്റെ ഈ വിരൽ എന്നാണ് അപ്പ വലുതാവുക? എന്നാൽ മരുന്നുകൊണ്ട് ഉണക്കാൻ പറ്റാത്ത ചില ക്ഷതങ്ങളുണ്ട്. ക്രോധവും പകയും സൃഷ്ടിക്കുന്ന ക്ഷതങ്ങൾക്ക് മരുന്നില്ല. പെട്ടെന്ന് ഉണരുകയും സാവധാനം മാത്രം ശമിക്കുകയും ചെയ്യുന്ന വികാരമാണ് കോപം. അതിനിടെ സംഭവിക്കുന്ന നിയന്ത്രണമില്ലാത്ത പ്രവൃത്തികൾക്ക് പരിഹാരമുണ്ടാക്കാനായി എന്ന് വരില്ല. എല്ലാ തെറ്റുകളും അളന്നെടുക്കേണ്ടത് ഒരേ അളവ് പാത്രം കൊണ്ടല്ല. പ്രായക്കുറവ് കൊണ്ടും പക്വത കൈവരിച്ചിട്ടില്ലാത്തതിനാലും ചിലർ തെറ്റുകൾ ചെയ്തെന്ന് വരാം. ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്തേണ്ടതും ആവശ്യമാണ്. എന്നാൽ ആ സമയത്ത് പകരം ലഭിക്കുന്നത് കഠിന പീഡനങ്ങളാണെങ്കിൽ അവ മായ്ക്കാനാവാത്ത മുറിവുകളായി എന്നെന്നും അവശേഷിക്കും. പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.